എല്ലാവർക്കും നമസ്കാരം. 2024 മെയ് മാസത്തിൽ ചന്ദ്രനെ കൂടാതെ വ്യാഴം, ബുധൻ, സൂര്യൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. ഈ മാറ്റങ്ങൾ മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകളിൽ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വ്യാഴമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും ലഭിക്കാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുമുണ്ട്. ശരി, എന്നാൽ നമുക്കിനി മെയ് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. മേടക്കൂറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ചൊവ്വ രാഹുവിൻ്റെ കൂടെ ചേർന്ന് 12 സഞ്ചരിക്കുന്നത് അനുകൂലമല്ലെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളുടെ അനുകൂലമായ സഞ്ചാരം മൂലം ഈ മാസം നിരവധി നേട്ടങ്ങൾ മേടക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. മാസം തുടങ്ങുമ്പോൾ ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതും പിന്നീട് 2ാം ഭാവത്തിലേക്ക് മാറുന്നതും 1-ാം തീയതി മുതൽ വ്യാഴം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും മേടക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. ഇനി മുതൽ വരുമാനം അധികരിക്കും. ആഭരണങ്ങളും ഗ്രഹോപകരണ സാധനങ്ങളും വാങ്ങുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് തടസ്സം മാറും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇനി മുതൽ നിങ്ങളുടെ വാക്കുകൾ കുടുംബാംഗങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യും. സ്വന്തമായി വീട് വാങ്ങാനോ അല്ലെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് വീട് വയ്ക്കാനോ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാനും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടാനും സാധിക്കും. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ലഭിക്കും. ബുധൻ തൻ്റെ നീചരാശിയായ മീനക്കൂറിൽ സഞ്ചരിക്കുന്നതിനാൽ ഇടയ്ക്കിടെ അലച്ചിലും ജോലിയിലുള്ളവർക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും 10-ാം തീയതി മേടക്കൂറിലേക്ക് ബുധൻ മാറുന്നതോടെ ഇതുപോലെയുള്ള ദോഷഫലങ്ങളും മാറുന്നതാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. പക്ഷേ ബുധന് 6ാം ഭാവ ആധിപത്യം കൂടി ഉള്ളതിനാൽ ശത്രുശല്യവും ആരോഗ്യ പ്രശ്നങ്ങളും അധികരിക്കാനും സാധ്യതയുള്ള സമയമാണിത്. പക്ഷേ 6ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങൾ അധികം ഉണ്ടാവുകയില്ല. സൂര്യൻ മെയ് 14-ാം തീയതി വരെ മേടത്തിലും പിന്നീട് ഇടവക്കൂറിലും സഞ്ചരിക്കുന്നതിനാൽ ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനുള്ള യോഗമുണ്ടാകും. മെയ് 14 വരെ സൂര്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. മെയ് 23, 24 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ മെയ് മാസത്തിലെ ഗ്രഹനില മേടക്കൂറുകാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലും അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കൂറിൽ ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി ഇടവക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. ഇടവക്കൂറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ശുക്രൻ മാസം തുടങ്ങുമ്പോൾ 12-ൽ സഞ്ചരിക്കുന്നത് അനുകൂലമല്ലെങ്കിലും 19-ാം തീയതി ജന്മരാശിയിലേക്ക് ശുക്രൻ മാറിയതിനു ശേഷം അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. കലാകായിക രംഗത്തുള്ളവർക്കും അനുകൂലമായ സമയമാണിത്. സൂര്യൻ മാസം തുടങ്ങുമ്പോൾ മേടത്തിലും 14-ാം തീയതി മുതൽ ജന്മരാശിയിലും സഞ്ചരിക്കുന്നതിനാൽ വീട് വാഹന രീതിയിൽ ചെലവുകൾ ഉണ്ടാകും. 10-ാം തീയതി മുതൽ ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നതും ചിലവുകളെ വർദ്ധിപ്പിക്കുമെങ്കിലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൂടുതലും പണം ചിലവഴിക്കേണ്ടി വരിക. വ്യാഴം മെയ് 1-ാം തീയതി മുതൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഉത്തരവാദിത്തങ്ങളും ജോലിഭാരവും വർദ്ധിക്കുമെങ്കിലും വ്യാഴദൃഷ്ടി മൂലം ചില നേട്ടങ്ങളും ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും ലഭിക്കുന്നതാണ്. കൂട്ടായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വ്യാഴം 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടാകാൻ താമസിച്ചവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. 7ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുകയും 7ാം ഭാവാധിപനായ ചൊവ്വ 11-ൽ സഞ്ചരിക്കുകയും ചെയ്യുന്നതിനാൽ വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞ് ദമ്പതികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങി ഐക്യമുണ്ടാവുകയും ചെയ്യുന്നതാണ്. മെയ് 25, 26, 27 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും മെയ് മാസം ഇടവക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂറിൽ ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. മിഥുനക്കൂറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ബുധൻ്റെ സഞ്ചാരം മാസം തുടങ്ങുമ്പോൾ അനുകൂലമല്ലെങ്കിലും 10-ാം തീയതി ബുധൻ തൻ്റെ നീചരാശിയായ മീനത്തിൽ നിന്ന് ലാഭസ്ഥാനമായ മേടത്തിലേക്ക് മാറിയതിനു ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ചേർന്ന് പഠിക്കാൻ സാധിക്കും. പഠനം കഴിഞ്ഞവർക്ക് നല്ല ജോലി ലഭിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. 5ാം ഭാവാധിപനായ ശുക്രൻ 19-ാം തീയതി വരെ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. ചിലർക്ക് പ്രണയവിവാഹമുണ്ടാകും. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. സൂര്യൻ 14-ാം തീയതി വരെ മേടക്കൂറിലും
പിന്നീട് ഇടവക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ മേടക്കൂറിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുണ്ടാകും. സർക്കാരിൽ നിന്ന് സഹായമോ ആനുകൂല്യമോ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. പക്ഷേ സൂര്യൻ ഇടവക്കൂറിലേക്ക് മാറിയതിനു ശേഷം അലച്ചിൽ അധികരിക്കും. ചിലർക്ക് സ്ഥലം മാറ്റമുണ്ടാകും. മെയ് 1-ാം തീയതി മുതൽ വ്യാഴം ചെലവുകളെ സൂചിപ്പിക്കുന്ന 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പൊതുവെ നല്ലതല്ല എന്ന് പറയുമെങ്കിലും മിഥുനക്കൂറുകാരുടെ യോഗാധിപനായ ശുക്രന്റെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വലിയ രീതിയിൽ ദോഷഫലങ്ങൾ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാവുകയില്ല. ഈ കാലയളവിൽ ചെലവുകൾ അധികരിക്കുന്നതാണെങ്കിലും അത് ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. ഉദാഹരണത്തിന് സന്താനങ്ങളുടെ പഠനകാര്യങ്ങൾ, സ്ഥലം വാങ്ങുക, വീട് വയ്ക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൂടുതലും പണം ചെലവഴിക്കേണ്ടി വരിക. കലാരംഗത്തുള്ളവർക്ക് കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ സാധിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനവും വന്നു ചേരും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണിത്. മെയ് മാസം 27-ാം തീയതി വൈകുന്നേരം മുതൽ 29-ാം തീയതി വരെ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളായിരിക്കും മിഥുനക്കൂറുകാർക്ക് ഈ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കൂർ ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ 2-ാം ഭാവാധിപനായ സൂര്യൻ 10-ൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങളുണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് പദവികൾ തേടി വരും. 14-ാം തീയതി മുതൽ സൂര്യൻ ലാഭസ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം സാമ്പത്തിക നേട്ടങ്ങൾ അധികരിക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. ബുധന്റെ സഞ്ചാരം മാസം തുടങ്ങുമ്പോൾ അനുകൂലമല്ലെങ്കിലും 10-ാം തീയതി മേടക്കൂറിലേക്ക് ബുധൻ മാറിയതിനു ശേഷം മനോധൈര്യം അധികരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടാൻ സാധിക്കും. യാത്രകൾ മൂലം അനുകൂലമുണ്ടാകും. ശുക്രന്റെ സഞ്ചാരവും ഈ മാസം അനുകൂലമായതിനാൽ വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ശ്രമിക്കുന്നവരുടെ ആഗ്രഹം നിറവേറും. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും. മെയ് 2, 3, 4, 30, 31 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമശനി കാലമാണെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങൾ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ അനുകൂലമായ ഫലങ്ങളായിരിക്കും ഈ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കൂറിൽ ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ സൂര്യൻ മാസം തുടങ്ങുമ്പോൾ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതും 14-ാം തീയതി തൊഴിൽ സ്ഥാനത്തിലേക്ക് മാറുന്നതും ചിങ്ങക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. 19-ാം തീയതി മുതൽ ശുക്രനും 10-ൽ സഞ്ചരിക്കുന്നതിനാൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ വിജയം നേടാനും സാധിക്കും. ബുധൻ മാസം തുടങ്ങുമ്പോൾ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും 10-ാം തീയതി ബുധൻ മേടക്കൂറിലേക്ക് മാറിയതിനു ശേഷം വരുമാനം അധികരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. അതേസമയം ചൊവ്വയും രാഹുവും കൂടി ചേർന്ന് അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത് മൂലം വാഹന അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അമിതവേഗം ഒഴിവാക്കി ശ്രദ്ധയോടെ വാഹനം കൈകാര്യം ചെയ്യേണ്ട സമയമാണിത്. മെയ് 1 മുതൽ 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ജോലിഭാരം വർദ്ധിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾ ഉത്തരവാദികളായി മാറും. ചിലർക്ക് സ്ഥലം മാറ്റവും സ്ഥാനം മാറ്റവും ഉണ്ടാകും. ഈ കാലയളവിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേസമയം വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കും. 2-ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ വാക്കിന് വിലയുണ്ടാകും. തൊഴിൽപരമായ കാര്യങ്ങളിലൂടെ വരുമാനം ലഭിക്കും. ഈ മാസം 5, 6 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കൂർ ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി കന്നിക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. കന്നിക്കൂർ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ബുധൻ മാസം തുടങ്ങുമ്പോൾ നീചരാശിയിൽ സഞ്ചരിക്കുന്നതും 10-ാം തീയതി മുതൽ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതും ജോലി, തൊഴിൽ, സാമ്പത്തികം പോലുള്ള കാര്യങ്ങൾക്ക് പ്രതികൂലമായ ഫലങ്ങളെയായിരിക്കും കന്നിക്കൂറുകാർക്ക് നൽകുക. പക്ഷേ മെയ് 1-ാം തീയതി മുതൽ വ്യാഴം ഭാഗ്യസ്ഥാനം എന്ന് പറയപ്പെടുന്ന 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതുമാണ്. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഇനി മാറും. പിതാവുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത മാറും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. ശുക്രൻ 19-ാം തീയതി 9-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വരുമാനം അധികരിക്കും. ശനിയുടെ 6-ാം ഭാവ സഞ്ചാരവും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. മെയ് 7, 8 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ മാസം കന്നിക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്
കന്നിക്കൂറിൽ ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി തുലാക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. തുലാക്കൂറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശി അധിപനായ ശുക്രൻ മാസം തുടങ്ങുമ്പോൾ മേടക്കൂറിൽ സഞ്ചരിക്കുന്നതിനാൽ മനസ്സന്തോഷം അധികരിക്കും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. 19-ാം തീയതി ശുക്രൻ അഷ്ടമരാശിയിലേക്ക് മാറുമ്പോൾ 7-ാം ഭാവാധിപനായ ചൊവ്വയും രാഹുവിൻ്റെ കൂടെ 6-ൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ തമ്മിൽ അനാവശ്യമായ വാക്തർക്കങ്ങൾ ഉണ്ടാകും. ശത്രുശല്യം അധികരിക്കും. ബുധൻ മാസം തുടങ്ങുമ്പോൾ മീനത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമല്ലെങ്കിലും 10-ാം തീയതി മേടക്കൂറിലേക്ക് ബുധൻ മാറിയതിനു ശേഷം വിദ്യാർത്ഥികൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. സൂര്യൻ 14-ാം തീയതി വരെ മേടത്തിലും പിന്നീട് ഇടവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ മേടക്കൂറിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വ്യാഴം മെയ് 1 മുതൽ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. 8-ൽ വ്യാഴം നിന്നാൽ ദോഷം ചെയ്യും എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ശുക്രന്റെ രാശിയിൽ ജനിച്ച നിങ്ങൾക്ക് 6-ാം ഭാവാധിപനായ വ്യാഴം 8-ൽ മറയുന്നത് ഒരു വിധത്തിൽ നല്ലതാണ്. ഇനി ചുറ്റുമുള്ള ആളുകളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് അറിയാൻ അവസരമുണ്ടാകും. എന്തു കാര്യം ചെയ്യുമ്പോഴും തടസ്സം വരാൻ സാധ്യതയുള്ള സമയമായതിനാൽ ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം പുതിയ തൊഴിൽ തുടങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. കോളേജ് തലത്തിൽ പഠിക്കുന്നവർക്ക് പഠനകാര്യങ്ങളിൽ തടസ്സമുണ്ടാകും. കലാകാരന്മാർക്ക് ഒരു വശത്ത് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നാലും മറുവശത്ത് നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ച് ശമ്പളവും ലഭിക്കുന്നതാണ്. മെയ് 9, 10 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ചൊവ്വ മീനത്തിൽ രാഹുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല എങ്കിലും മെയ് 1-ാം തീയതി മുതൽ വ്യാഴം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സുഖ സൗകര്യങ്ങളും വരുമാനവും അധികരിക്കും. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. അധികാരസ്ഥാനത്തിലുള്ളവർ നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറും. പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും. കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് വിപുലീകരണത്തിന് ബാങ്ക് വായ്പകൾ ലഭ്യമാകും. സംയുക്ത സംരംഭങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ശുക്രനും 19-ാം തീയതി മുതൽ 7-ൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങി ഐക്യമുണ്ടാവുകയും ചെയ്യുന്നതാണ്. ബുധൻ 10-ാം തീയതി മുതൽ മേടക്കൂറിൽ സഞ്ചരിക്കുന്നത് മൂലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കുക. അഷ്ടമാധിപതി 6-ൽ മറയുന്നത് നല്ലതാണെങ്കിലും ബുധന് ലാഭസ്ഥാനത്തിനും ആധിപത്യമുള്ളതിനാൽ ധനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. പക്ഷേ വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വലിയ രീതിയിൽ ദോഷഫലങ്ങൾ അനുഭവപ്പെടുകയില്ല. സൂര്യൻ 14-ാം തീയതി വരെ 6-ലും പിന്നീട് 7-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ 7-ൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. മെയ് 11, 12 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം അനുകൂലമായ ഫലങ്ങളായിരിക്കും വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി ധനുക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. ധനുക്കൂറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ വ്യാഴം മെയ് 1-ാം തീയതി മുതൽ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശത്രുശല്യവും ചെലവുകളും അധികരിക്കുന്ന സമയമാണിത്. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കുമെങ്കിലും അതിനനുസരിച്ച് ശമ്പള വർധനയും ഉണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽപരമായി ശത്രുക്കൾ അധികരിക്കും. വ്യാഴദൃഷ്ടി 10-ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ തൊഴിൽ സ്ഥാനത്ത് ഇപ്പോൾ കേതു സഞ്ചരിക്കുന്നത് മൂലം തൊഴിൽപരമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. തടസ്സപ്പെട്ട ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ കടം വാങ്ങിയാണെങ്കിലും പൂർത്തിയാക്കാൻ സാധിക്കും. വ്യാഴം 12-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ അനാവശ്യമായ ചെലവുകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചെലവുകൾ ചെയ്യേണ്ടതായി വരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. മാസം തുടങ്ങുമ്പോൾ ബുധൻ തൻ്റെ നീചരാശിയായ മീനത്തിൽ രാഹുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് പഠനം, വിവാഹം, ജോലി, തൊഴിൽ ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും ദോഷം ചെയ്യുമെങ്കിലും 10-ാം തീയതി മേടക്കൂറിലേക്ക് ബുധൻ മാറിയതിനു ശേഷം ദോഷഫലങ്ങൾ മാറി അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ്. സൂര്യൻ 14-ാം തീയതി വരെ മേടത്തിലും പിന്നീട് ഇടവത്തിൽ സഞ്ചരിക്കുന്നതും ശുക്രൻ 19-ാം തീയതി വരെ മേടത്തിലും പിന്നീട് തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ മാസം സർക്കാർ ജോലിക്കാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുണ്ടാകും. ഈ മാസം 13, 14, 15 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം ധനുക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറിൽ ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി മകരക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം.
മകരക്കുറിൽ ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. 6ാം ഭാവാധിപനായ ബുധൻ 10ാം തീയതി മുതൽ അഷ്ടമാധിപനായ സൂര്യൻ്റെ കൂടെ ചേർന്ന് 4ൽ സഞ്ചരിക്കുന്നത് മകരക്കുറുകാർക്ക് ദോഷഫലങ്ങളെ നൽകുന്നതാണ്. ഭൂമി സംബന്ധമായും വാഹന സംബന്ധമായും പ്രശ്നങ്ങളും ചെലവുകളും വരാൻ സാധ്യതയുള്ള സമയമാണ്. പിതാവിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. 14ാം തീയതി സൂര്യൻ ഇടവക്കൂറിലേക്ക് മാറിയതിനു ശേഷം ദോഷഫലങ്ങൾ കുറയുന്നതാണ്. മാത്രമല്ല ശുക്രൻ വ്യാഴം പോലുള്ള ഗ്രഹങ്ങൾ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ മകരക്കുറുകാർക്ക് ദോഷഫലങ്ങൾ കുറയുകയും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ്. 5ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷം അധികരിക്കും. വിവാഹം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും. ജന്മരാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ സമൂഹത്തിൽ ബഹുമാനം അധികരിക്കും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. ജോലിയിലുള്ളവർക്ക് അനുകൂലമായ സ്ഥലം മാറ്റമുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഈ മാസം 15ാം തീയതി വൈകുന്നേരം മുതൽ 17ാം തീയതി വരെ ചന്ദ്രൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം തുടക്കത്തിൽ ഗ്രഹനില അനുകൂലമല്ലെങ്കിലും മാസമധ്യം മുതൽ അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കുറി ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി കുംഭക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. കുംഭക്കുറി ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാഹുവും ചൊവ്വായും ചേർന്ന് 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സമയമാണിത്. തെറ്റിദ്ധാരണ മൂലം പല പ്രശ്നങ്ങളും വന്നു ചേരും. മാസം തുടങ്ങുമ്പോൾ ബുധൻ തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമല്ലെങ്കിലും 10ാം തീയതി മീനക്കൂറിലേക്ക് ബുധൻ മാറിയതിനു ശേഷം ദോഷഫലങ്ങൾ മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. 14ാം തീയതി വരെ 7ാം ഭാവാധിപതി സൂര്യനും ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കുകയും വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ്. മെയ് 1ാം തീയതി മുതൽ വ്യാഴം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ ചിന്തിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. കഴിവതും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. വ്യാഴം 8ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ ഉറ്റവരെ താൽക്കാലികമായി പിരിയേണ്ടതായ സാഹചര്യമുണ്ടാകും. 10ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിൽപരമായ വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കും. വ്യാഴം 12ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ചെലവുകൾ അധികരിക്കും. ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് അധികരിക്കുകയും അതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കേണ്ട സമയമാണിത്. മെയ് 18 മുതൽ 20 വരെ ചന്ദ്രൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ മാസം കുംഭക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂറ് ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി മീനക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. മീനക്കൂറ് ജനിച്ചവരുടെ മെയ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ വ്യാഴം മെയ് 1ാം തീയതി മുതൽ 3ൽ സഞ്ചരിക്കുന്നതിനാൽ അലച്ചിൽ അധികരിക്കും. ജോലി, തൊഴിൽ പോലുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും. അനുകൂലമായി ദശാപഹാരങ്ങൾ നടക്കുന്ന മീനക്കൂറുകാർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുക അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയേക്കാൾ മെച്ചപ്പെട്ട ജോലിയിലേക്ക് മാറ്റമുണ്ടാവുക ഇതുപോലെയുള്ള അനുകൂലമായ മാറ്റങ്ങളും ദശാപഹാരങ്ങൾ അനുകൂലമല്ലാത്തവർക്ക് പ്രതികൂലമായ മാറ്റങ്ങളും ഉണ്ടാകും. കലാകാരന്മാർ കിട്ടുന്ന അവസരങ്ങളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ പണവും പ്രശസ്തിയും നേടാൻ സാധിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. 7ാം ഭാവാധിപനായ ബുധൻ 10ാം തീയതി മുതൽ 2ൽ സഞ്ചരിക്കുകയും 7ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടിയും ചെയ്യുന്നതിനാൽ വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരികെ വരുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽ തടസ്സം മാറി വരുമാനം അധികരിക്കും. 14ാം തീയതി വരെ സൂര്യൻ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. മെയ് മാസം 20ാം തീയതി വൈകുന്നേരം മുതൽ 22ാം തീയതി വരെ ചന്ദ്രൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം മീനക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂറ് ജനിച്ചവർക്കായുള്ള മെയ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.